നമസ്കാരം. ഇസ്ലാം മതം ജൂത മതത്തിൽ നിന്ന് ആവിർഭവിച്ചതാണോ? ഈ രണ്ട് മതങ്ങളും എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നത്? ഏകദൈവ വിശ്വാസികളായിട്ടുള്ള ഇസ്ലാം ജൂത മതത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന വിവരങ്ങൾ എന്തായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. നമുക്ക് ചരിത്രപരമായിട്ട് തന്നെ അതിലേക്ക് കടക്കാം. ഇസ്ലാം മതം ജൂത മതത്തിൽ നിന്നോ അല്ലെങ്കിൽ ക്രിസ്തു മതത്തിൽ നിന്നോ നേരിട്ട് പിറന്നത് എന്ന് പറയുന്നതിനേക്കാൾ ഈ മൂന്ന് ഏകദൈവ മതങ്ങളും, അതായത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മതങ്ങൾ പങ്കുവെക്കുന്ന ചില പൊതു സ്വഭാവങ്ങളുണ്ട്. അതുപോലെ തന്നെ ചരിത്രപരവും ദൈവശാസ്ത്രപരമായ വേരുകളിൽ നിന്ന് സ്വതന്ത്രമായി വളർന്ന് വികസിച്ച ഒന്നാണ് ഇസ്ലാം മതം എന്ന് പറയുന്നതാണ് കൂടുതൽ ഉചിതം. ഈ മൂന്ന് മതങ്ങളും ഇസ്ലാമിക പാരമ്പര്യത്തിൽ പരാമർശിക്കപ്പെടുന്ന ഇബ്രാഹിം, അതായത് എബ്രാഹാം എന്ന പ്രവാചകനിലേക്കാണ് തങ്ങളുടെ ആത്മീയമായ ഉത്ഭവം കണ്ടെത്തുന്നത്. അതിനാൽ ഇസ്ലാമിനെ ജൂതമതത്തിന്റെ ഒരു ശാഖയായി കാണുന്നതിനേക്കാൾ സമാനമായ അടിത്തറയിൽ നിന്ന് രൂപം കൊണ്ടതും എന്നാൽ സ്വന്തമായ വെളിപാടുകളും അതുപോലെ സ്വന്തമായ നിയമങ്ങളും ദൈവശാസ്ത്രവുമുള്ള ഒരു പ്രത്യേക മതമായിട്ടാണ് വിലയിരുത്തേണ്ടത്. ഇസ്ലാമിന്റെ ആവിർഭാവം 7-ാം നൂറ്റാണ്ടിൽ അറേബ്യൻ ഉപദ്വീപിലാണ്. മുഹമ്മദ് നബിക്ക് ലഭിച്ച ദൈവിക വെളിപാടുകളാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ. ജൂതമതത്തിലെയും ക്രിസ്തു മതത്തിലെയും പ്രവാചകന്മാരെ, അതായത് മൂസ, ഈശോ എന്നിവരെല്ലാം അള്ളാഹുവിന്റെ ദൂതന്മാരായിട്ടാണ് ഇസ്ലാം അംഗീകരിക്കുന്നത്. എങ്കിലും മുഹമ്മദ് നബിക്ക് ലഭിച്ച വെളിപാടാണ് അവസാനത്തേതും പൂർണ്ണവുമായതും എന്നതാണ് ഇസ്ലാമിക വിശ്വാസം. തുടക്കത്തിൽ ഖുർആൻ അറേബ്യയിലെ ജൂതന്മാരുമായും ക്രിസ്ത്യാനികളുമായും പല വിഷയങ്ങളിലും സാമ്യതകൾ പങ്കുവെക്കുകയും അവരെ വേദക്കാർ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരേ ദൈവത്തെ ആരാധിക്കുന്നവരും മുൻപ് ലഭിച്ച ദൈവിക ഗ്രന്ഥങ്ങൾ ഉള്ളവരുമായിട്ടാണ് ഇസ്ലാം അവരെ നോക്കിക്കണ്ടത്. ആരാധനാ രീതികളിലും നിയമസംഹിതകളിലും ചരിത്രപരമായ കഥകളിലും ജൂതമതവുമായും മറ്റ് എബ്രാഹിക മതങ്ങളുമായിട്ടും പലയിടത്തും നമുക്ക് സമാനതകൾ കാണാവുന്നതാണ്. ഉദാഹരണത്തിന് ഉപവാസം, ദാനധർമ്മം, ഏകദൈവത്തിലുള്ള വിശ്വാസം എന്നിവയെല്ലാം ഈ മതങ്ങൾ ഒരുമിച്ച് പങ്കുവെക്കുന്നുണ്ട്. എന്നാൽ ദൈവശാസ്ത്രപരമായും പ്രവാചക സങ്കല്പത്തിലും നിയമങ്ങളിലും ഇസ്ലാം തനതായ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. യേശുവിനെ ദൈവപുത്രനായി കാണുന്ന ക്രിസ്ത്യാനികളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് പ്രവാചകത്വത്തിന്റെ അവസാനമായിട്ട് മുഹമ്മദ് നബിയെ അംഗീകരിക്കാത്ത ജൂതന്മാരിൽ നിന്നും ഇസ്ലാം വ്യതിരിക്തമായിട്ടാണ് നിലകൊള്ളുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ ഇസ്ലാം ജൂതമതത്തിൽ നിന്ന് പിറന്നതല്ല, മറിച്ച് ഒരേ എബ്രാമിക പാരമ്പര്യത്തിൽ നിന്ന് സ്വന്തമായ വെളിപാടുകളിലൂടെയും പ്രവാചകത്വത്തിലൂടെയും വളർന്നു വികസിച്ച ഒരു ഏകദൈവ മതമാണ് ഇസ്ലാം എന്നതാണ്. ഇസ്ലാമിന്റെ വളർച്ചയിൽ പ്രാദേശികമായിട്ടുള്ള അറേബ്യൻ സംസ്കാരവും നിലവിലുണ്ടായിരുന്ന ജൂത ക്രിസ്ത്യൻ സമൂഹങ്ങളുമായിട്ടുള്ള ആശയവിനിമയങ്ങളും വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. എന്നാലും അതിന്റെ അടിത്തറ ഖുറാനിൽ വെളിപാടുകളിലാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ഇസ്ലാം മതത്തിന്റെ ചരിത്രത്തിലേക്ക് വരാം. ഇസ്ലാം മതത്തിന്റെ ചരിത്രം 7-ാം നൂറ്റാണ്ടിൽ അറേബ്യൻ ഉപദ്വീപിലെ മക്ക എന്ന നഗരത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ക്രിസ്തുവർഷം 570-ലാണ് ഇസ്ലാമിന്റെ സ്ഥാപകനായിട്ടുള്ള മുഹമ്മദ് നബി ജനിച്ചത്. അദ്ദേഹത്തിന്റെ 40-ാം വയസ്സിൽ ഹിറാ ഗുഹയിൽ വെച്ച് ആദ്യത്തെ ദൈവിക വെളിപാട് ലഭിച്ചു എന്നാണ് വിശ്വാസം. ഈ വെളിപാടുകളാണ് പിന്നീട് വിശുദ്ധ ഖുർആനായിട്ട് മാറുന്നത്. ഏകദൈവ വിശ്വാസം പ്രബോധനം ചെയ്തതിനെ തുടർന്ന് മക്കയിലെ പ്രബലരിൽ നിന്ന് കടുത്ത എതിർപ്പ് ഇവർക്ക് നേരിടേണ്ടതായി വന്നു. പീഡനങ്ങൾ വർദ്ധിച്ചപ്പോൾ 622-ൽ മുഹമ്മദ് നബിയും അനുയായികളും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു. ഈ പലായനം ഹിജ്റ എന്ന് അറിയപ്പെടുന്നു. ഇസ്ലാമിക കലണ്ടർ ഈ സംഭവത്തോടെയാണ് ആരംഭിക്കുന്നത് പോലും. മദീനയിൽ മുഹമ്മദ് നബി ഒരു രാഷ്ട്രീയ സാമൂഹിക മത സമൂഹത്തിന് രൂപം നൽകി. മദീനയുടെ ഭരണാധികാരിയായി മാറിയ അദ്ദേഹം പിന്നീട് മക്കയെ കീഴടക്കുകയും അറേബ്യൻ ഉപദ്വീപിൽ ഇസ്ലാം വ്യാപകമായി സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. 632-ൽ പ്രവാചകൻ വഫാത്തായ ശേഷം റാഷിദുൻ ഖലീഫുമാർ ഇസ്ലാമിക സമൂഹത്തിന് നേതൃത്വം നൽകാൻ തുടങ്ങി. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി എന്നിവരായിരുന്നു ആ 4 ഖലീഫന്മാർ. അവരുടെ ഭരണകാലത്ത് ഇസ്ലാമിക സാമ്രാജ്യം അതിവേഗം വികസിച്ചു. പേർഷ്യൻ, ബൈസൈന്റൈൻ സാമ്രാജ്യങ്ങളുടെ വലിയ ഭാഗങ്ങൾ ഇസ്ലാമിക ഭരണത്തിന് കീഴിലായി. റാഷിദീൻ കാലഘട്ടത്തിന് ശേഷം 661-ൽ ഉമായാദ് ഖിലാഫത്ത് നിലവിൽ വന്നു. അവർ ഡമാസ്കസ് തലസ്ഥാനമാക്കി ഭരണം നടത്തി. ഈ കാലഘട്ടത്തിൽ ഇസ്ലാം വടക്കേ ആഫ്രിക്ക, സ്പെയിൻ, മധ്യേഷ്യ എന്നിവിടങ്ങളിലേക്ക് വ്യാപിച്ചു. 750-ൽ ഉമയാദുകൾക്ക് ശേഷം അബ്ബാസിക് ഖിലാഫത്ത് അധികാരത്തിൽ വന്നു. അവർ തലസ്ഥാനം ബാഗ്ദാദിലേക്ക് മാറ്റി. ഈ കാലഘട്ടം ഇസ്ലാമിന്റെ സുവർണ കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. ശാസ്ത്രം, ഗണിതശാസ്ത്രം, വൈദ്യശാസ്ത്രം, തത്വചിന്ത, കല എന്നിവയിൽ ഇസ്ലാമിക പണ്ഡിതന്മാർ ലോകത്തിന് വിലമതിക്കാനാവാത്ത സംഭാവനകളാണ് നൽകിയത്. ബാഗ്ദാദിലെ ബൈത്തുൽ ഹിക്മ അറിവിന്റെ വലിയ കേന്ദ്രമായിരുന്നു. 1258-ൽ മംഗോളിയൻ ആക്രമണത്തിൽ ബാഗ്ദാദ് തകർന്നതോടെ അബ്ബാസിദ് ഖിലാഫത്ത് അവസാനിച്ചു. അതിനുശേഷം ഇസ്ലാമിക ലോകത്ത്
ഓട്ടമൻ സാമ്രാജ്യം, അതായത് തുർക്കി സാമ്രാജ്യം, സഫാവിദ് സാമ്രാജ്യം, മുഗൾ സാമ്രാജ്യം എന്നിങ്ങനെ 3 വലിയ സാമ്രാജ്യങ്ങൾ ശക്തി പ്രാപിക്കുകയാണ്. ഇവയിൽ ഓട്ടമൻ സാമ്രാജ്യം 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെ നിലനിന്നിരുന്നു. ആധുനിക കാലഘട്ടത്തിൽ കോളനിവൽക്കരണത്തിലൂടെയും ദേശീയ രാഷ്ട്രങ്ങളുടെ രൂപീകരണത്തിലൂടെയും ഇസ്ലാമിക ലോകം കടന്നുപോയി. ഇന്ന് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ജനങ്ങൾ പിന്തുടരുന്ന ഒരു പ്രധാന മതമായിട്ട് ഇസ്ലാം നിലനിൽക്കുകയാണ്. ഇതാണ് ഇസ്ലാമിന്റെ ചരിത്രം. ഇനി ജൂതമതത്തിന്റെ ചരിത്രത്തിലേക്ക് കടക്കാം. യഹൂദന്മാരുടെ അല്ലെങ്കിൽ ജൂതന്മാരുടെ ജീവിത രീതിയും തത്വശാസ്ത്രവും മതവുമാണ് ജൂതമതം എന്നറിയപ്പെടുന്നത്. 3000 വർഷത്തിലേറെ പഴക്കമുള്ള ഏകദൈവ വിശ്വാസത്തിലുള്ള ഒരു മതമാണ് ജൂതമതം. ജൂതമതത്തിന്റെ ഉത്ഭവം പുരാതന ഇസ്രായേലുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. എബ്രാഹുമായി ദൈവം ഒരു ഉടമ്പടി സ്ഥാപിച്ചതിനാലാണ് ഇതിന്റെ ചരിത്രപരമായ തുടക്കം. എബ്രഹാമിന്റെ മകൻ ഇസഹാക്ക്, പേരക്കുട്ടി യാക്കോബ് എന്നിവർ പ്രധാനപ്പെട്ട ഗോത്ര പിതാക്കന്മാരാണ്. യാക്കോബിന് ഇസ്രായേൽ എന്നൊരു അപരനാമവുമുണ്ട്. അദ്ദേഹത്തിന്റെ 12 മക്കളിൽ നിന്നാണ് ഇസ്രായേലിലെ ഗോത്രങ്ങൾ രൂപപ്പെട്ടത്. ഈ ഗോത്രങ്ങളിൽ ഒന്നാണ് യഹൂദ. പിന്നീട് ഈ ഗോത്രവുമായി ബന്ധപ്പെട്ട പ്രദേശത്തെയും അവിടെ നിലനിന്നിരുന്ന യഹോവ ആരാധനയെ അടിസ്ഥാനമാക്കിയുള്ള മതത്തെയും സൂചിപ്പിക്കാൻ ജൂതൻ എന്ന പദം ഉപയോഗിച്ചു തുടങ്ങി. ഇസ്രായേലർ ഈജിപ്തിൽ അടിമകളായി കഴിയുകയും പിന്നീട് മോശയുടെ നേതൃത്വത്തിൽ അവിടെ നിന്ന് പുറത്തു വരികയും ചെയ്തവരാണ്. സീനായി പർവ്വതത്തിൽ വെച്ച് മോശയ്ക്ക് ദൈവം തോറ അഥവാ 5 പുസ്തകങ്ങൾ ഉൾപ്പെടുന്ന ലിഖിതമായ നിയമങ്ങൾ നൽകിയെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. പുരാതന ഇസ്രായേൽ രാജ്യം ഏകദേശം BC 720-ൽ നിയോ അസീറിയൻ സാമ്രാജ്യത്തിന്റെ കീഴിലാവുകയും BC 586-ൽ ബാബിലോണിയൻ സാമ്രാജ്യം യഹൂദ രാജ്യം കീഴടക്കി 1-ാം ദേവാലയം നശിപ്പിക്കുകയും അവിടുത്തെ ജനങ്ങളിൽ ഒരു വിഭാഗത്തെ ബാബിലോണിയയിലേക്ക് നാട് കടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് 1-ാം പ്രവാസത്തിന്, അതായത് ഫസ്റ്റ് ഡയസ്പോറയ്ക്ക് തുടക്കമായിട്ടാണ് കണക്കാക്കുന്നത്. പിന്നീട് ബാബിലോൺ പേർഷ്യൻ ചക്രവർത്തിയായിട്ടുള്ള സൈറസ് കീഴടക്കിയ ശേഷം യഹൂദന്മാർക്ക് ജെറുസലേമിലേക്ക് മടങ്ങാനും 2-ാം ദേവാലയം പുനർനിർമ്മിക്കാനും അനുവാദവും ലഭിച്ചു. ഈ കാലഘട്ടത്തിലെ തീവ്രമായ മതഭക്തി യഹൂദ മതത്തിന്റെ മുഖ്യധാരയായി മാറുന്നുണ്ട്. BC 332-ൽ ഇസ്രായേൽ അലക്സാണ്ടറുടെ ആക്രമണത്തിൽ ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ ഭാഗമായി മാറി. AD 70-ൽ റോമൻ ഭരണത്തിന് കീഴിൽ 2-ാം ദേവാലയം തകർക്കപ്പെട്ടു. AD 132-36-ലെ കലാപങ്ങൾ അടിച്ചമർത്തപ്പെട്ടതിനെ തുടർന്ന് യഹൂദർക്ക് ജെറുസലേമിൽ പ്രവേശിക്കുന്നത് വിലക്കുകയും ഇസ്രായേലിലെ യഹൂദന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രവാസികളായി ചിതറുകയും ചെയ്തു. ഈ സംഭവങ്ങൾക്ക് ശേഷം ദേവാലയത്തെ കേന്ദ്രീകരിച്ചുള്ള മതാനുഷ്ഠാനങ്ങളിൽ നിന്ന് റബ്ബനിക ജൂതമതത്തിലേക്കും സിനഗോഗുകളിലേക്കും മതം മാറി തുടങ്ങി. യഹൂദർക്ക് ചരിത്രത്തിലുടനീളം പലയിടങ്ങളിലും പീഡനങ്ങളും പൗരാവകാശ നിഷേധങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. 20-ാം നൂറ്റാണ്ടിലെ ഹോളോകോസ്റ്റും ഇതിൽ പ്രധാനപ്പെട്ടതാണ്. ഈ കാലഘട്ടങ്ങൾക്കൊടുവിൽ 1948-ൽ ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിക്കപ്പെട്ടു. ഇന്ന് ജൂതമതം ഓർത്തഡോക്സ്, റീഫോംഡ്, കൺസർവേറ്റീവ് എന്നിങ്ങനെ പല വിഭാഗങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇതാണ് ജൂതമതത്തിന്റെ ചരിത്രം. അതായത് ഇസ്ലാം മതം പോലെ പഴക്കമുള്ള ഒരു മതം തന്നെയാണ് ജൂതമതവും. ഇനി നമുക്ക് ഈ 2 മതം തമ്മിലുള്ള സമാനതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ 2 മതങ്ങളിലും ചെറിയ സമാനതകളുണ്ട്. അത് എന്തൊക്കെയാണെന്നാണ് ഇനി ഞാൻ പറയുന്നത്. ഈ 2 മതങ്ങളും ഒരേ ഇബ്രാഹിമ പാരമ്പര്യം പങ്കുവെക്കുന്നതിനാലാണ് ഈ സാമ്യതകൾ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞല്ലോ. അതിൽ പ്രധാനപ്പെട്ടത് ഏകദൈവ വിശ്വാസമാണ്. ഇരു മതങ്ങളുടെയും ഏറ്റവും അടിസ്ഥാനപരമായ സാമ്യത മറ്റൊരു ആരാധനകളോ പങ്കാളികളോ ഇല്ലാത്ത ഒരേ ഒരു ദൈവത്തിലുള്ള ദൃഢമായ വിശ്വാസം തന്നെയാണ്. ദൈവത്തിന് രൂപമില്ലെന്നും അവൻ സൃഷ്ടാവും പരമാധികാരിയും മാത്രമാണെന്നും ഇരുവരും വിശ്വസിക്കുന്നുണ്ട്. വിഗ്രഹാരാധനയെ ഇരു മതങ്ങളും ശക്തമായി നിരോധിക്കുകയും ഇവിടുന്നുണ്ട്. ഇബ്രാഹാമിന്റെ പാരമ്പര്യമാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. 2 മതങ്ങളുടെയും ആത്മീയ പിതാവായി കണക്കാക്കുന്നത് ഇബ്രാഹിം എന്ന പ്രവാചകനെയാണ്. ഏകദൈവ വിശ്വാസം സ്ഥാപിക്കുന്നതിലും അതുപോലെ തന്നെ ദൈവവുമായി ഉടമ്പടി ചെയ്യുന്നതിലും ഇദ്ദേഹത്തിന് ഇരു മതങ്ങളിലും വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട്. പ്രവാചകത്വത്തിലുള്ള വിശ്വാസമാണ് അടുത്തത്. ദൈവം മനുഷ്യരായി സംസാരിക്കുന്നത് പ്രവാചകന്മാരിലൂടെയാണെന്ന് ഇരു മതങ്ങളും വിശ്വസിക്കുന്നു. മൂസ, നോഹ്, ദാവൂദ്, സുലൈമാൻ എന്നിവരുൾപ്പെടെ ഒട്ടേറെ പ്രവാചകന്മാരെ ഇരു മതങ്ങളും അംഗീകരിക്കുന്നുണ്ട്. മോശയ്ക്ക് ലഭിച്ച തോറ പോലുള്ള വേദഗ്രന്ഥങ്ങൾ ഇസ്ലാം മുൻപ് അവതരിപ്പിച്ച ദൈവിക ഗ്രന്ഥമായിട്ടാണ് കണക്കാക്കുന്നത്. ഇനി നമുക്ക് ഭക്ഷണ നിയമങ്ങളിലേക്ക് വരാം. ജൂതമതത്തിലെ കാശർ നിയമങ്ങളും ഇസ്ലാം മതത്തിലെ ഹലാൽ നിയമങ്ങളും തമ്മിൽ കാര്യമായ സാമ്യതകൾ നമുക്ക് കാണാവുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇരു മതങ്ങളിലും പന്നിയിറച്ചി പൂർണ്ണമായും നിഷിദ്ധമാണ് എന്ന നിയമമാണ്. മൃഗങ്ങളെ കശാപ്പ് ചെയ്യുമ്പോൾ രക്തം പൂർണ്ണമായും നീക്കം ചെയ്യണമെന്ന നിയമവും ദൈവനാമം ഉച്ചരിച്ചുകൊണ്ടോ
അനുഗ്രഹം ചൊല്ലിക്കൊണ്ടോ കശാപ്പ് ചെയ്യണമെന്ന നിബന്ധനയും ഇരു മതങ്ങളിലുമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ടത് പ്രാർത്ഥനയും ശുദ്ധീകരണവും തന്നെയാണ്. പ്രാർത്ഥനയ്ക്ക് മുമ്പ് ശരീരശുദ്ധി വരുത്തണമെന്ന നിയമം ഇരു മതങ്ങളിലും നിർബന്ധമാണ്. കൂടാതെ പ്രാർത്ഥനകൾ ഒരു പ്രത്യേക ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന രീതിയും ഇരു മതങ്ങളിലും ഇപ്പോഴും നിലവിലുണ്ട്. അടുത്തത് അവരുടെ വ്രതാനുഷ്ഠാനമാണ്. പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഭക്ഷണം, വെള്ളം, മറ്റ് സുഖങ്ങൾ എന്നിവ ഉപേക്ഷിച്ച് വ്രതമെടുക്കുന്ന രീതി ഇരു മതങ്ങളും ആചരിക്കുന്നുണ്ട്. ജൂതമതത്തിൽ യോം കിപ്പൂർ പോലുള്ള ദിവസങ്ങളിലാണ് ഇത് ആചരിക്കപ്പെടുന്നത്. അടുത്തത് ചെലാകർമ്മമാണ്. പുരുഷന്മാർക്ക് ചെലാകർമ്മം അതായത് സുന്നത്ത് നടത്തുന്നത് ഇരു മതങ്ങളിലും മതപരമായ ഉടമ്പടിയുടെ അടയാളമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഈ സമാനതകൾ ഉണ്ടായിരുന്നിട്ടും പ്രവാചക സങ്കല്പത്തിലും അതായത് മുഹമ്മദ് നബിയെ അവസാന പ്രവാചകനായിട്ടാണ് ഇസ്ലാം മാത്രം അംഗീകരിക്കുന്നത്. അതായത് ജൂതൻ അത് അംഗീകരിക്കുന്നില്ല എന്നർത്ഥം. ഇവരുടെ നിയമങ്ങളുടെ അന്തിമ ഉറവിടത്തിലും അതായത് ഖുറാനും സുന്നത്തും ഇസ്ലാമിൽ പ്രാഥമിക ഉറവിടമാണ്. ഈ മതങ്ങൾ പരസ്പരം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇനി നിങ്ങൾ പറയൂ, ഇവർ തമ്മിൽ എന്താണ് ബന്ധം? ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ട് മതങ്ങൾ തമ്മിൽ സമാനതകൾ ഏറെയാണ്, പക്ഷെ അവർ തമ്മിലുള്ള വ്യത്യാസങ്ങളും ഏറെയുണ്ട്. മനുഷ്യന്റെ പരിണാമത്തോട് ചേർന്ന് നിൽക്കുന്ന മതങ്ങളായതുകൊണ്ടായിരിക്കാം ചില വ്യത്യാസങ്ങളും നമുക്ക് കാണാവുന്നതാണ്, അതുപോലെ തന്നെ ചില സമാനതകളും നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം, അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയുമായിരിക്കും. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. മറ്റൊരു വാർത്തയുമായി വീണ്ടും എത്താം. നന്ദി.